നമസ്കാരം. കേരളത്തിൻ്റെ നുണവാർത്തകൾ ഇത്രയും അധപ്പതിക്കണോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാനൊരു ന്യൂസ് കേൾപ്പിച്ചു തരാം. 24 ന്യൂസിൻ്റെ വേണു ബാലകൃഷ്ണനും അവൻ്റെ കൂടെയുള്ളവരും കൂടിയിട്ട് തെറ്റായ വാർത്ത എന്ന് പറഞ്ഞ ഒരു പാവം അമ്മച്ചിനെ പൊടിച്ച് വായിൽ തോന്നുന്ന രീതിയിലുള്ള നുണ ഇവൻ എഴുതി കൊടുത്ത് പറയിപ്പിക്കുന്ന രീതിയിലുള്ള വാർത്തകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് കേട്ട് നോക്കാം. ആരും കരഞ്ഞു പോകും. മനുഷ്യന്മാർ തലച്ചോറും ഹൃദയമുള്ളവർക്ക് സഹിക്കാൻ കഴിയില്ല ഈ നുണ വാർത്ത. ഇത്രയും വലിയൊരു നുണ വാർത്തയാണ് അവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അവൻ്റെ ലക്ഷക്കണക്കിന് വ്യൂ ഉണ്ടാക്കിയിട്ട് 13 ലക്ഷവും 18 ലക്ഷം വരെ എത്തി, 14 ലക്ഷം വരെ എത്തി. ഇവനിക്കെതിരെ കേസ് എടുക്കണോ വേണമെന്ന് നിങ്ങൾ തന്നെ ഈ വീഡിയോ കണ്ടിട്ട് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത്രയും വലിയൊരു നുണ വാർത്ത വെച്ചിട്ട് പോകണോ ഈ വേണുഗോപാലകൃഷ്ണനെ വ്യൂ ഉണ്ടാക്കാൻ എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കൂ. കേൾപ്പിച്ചു തരാം. ചൂരൽമലയിലെ ദുരന്തത്തിൽ നിന്നും അതിസാഹസികമായാണ് സുജാതയും കൊച്ചുമകളും രക്ഷപ്പെട്ടത്. ദുരന്തത്തിൽ നിന്നും നീന്തി രക്ഷപ്പെട്ട ഇരുവരും ചെന്നെത്തിയത് 3 കാട്ടുകൊമ്പന്മാർക്ക് മുന്നിൽ. ശ്വാസമടക്കി പിടിച്ചാണ് നേരം വെളുക്കും വരെ ഇരുവരും ആനകൾക്ക് സമീപം ചെലവഴിച്ചത്. ഷഹദ് റഹ്മാൻ തയ്യാറാക്കിയ റിപ്പോർട്ട്. ഈ ദുരന്തമുഖത്ത് അല്ലെങ്കിൽ ഈ ദുരിതാശ്വാസ ക്യാമ്പിൽ നമ്മൾ പലതരത്തിലുള്ള ജീവിതങ്ങളെയാണ് ഓരോ മണിക്കൂറും അതുപോലെ തന്നെ സെക്കൻഡും പരിചയപ്പെടുന്നത്. അതിൽ ഏറ്റവും സാഹസികമായിട്ട് ജീവൻ തിരിച്ചു പഠിച്ച ഒരു കൊച്ചുമകളെയും അതുപോലെ തന്നെ മുത്തശ്ശിയാണ് ഇപ്പം നമ്മുടെ മുന്നിലിരിക്കുന്നത്. ഒരുപക്ഷെ അവർ പറയുന്ന കഥ കേട്ട് കഴിഞ്ഞാൽ നമ്മൾ സിനിമാ കഥയെ പോലും വെല്ലുന്ന തരത്തിലുള്ള അനുഭവങ്ങളാണ് അവർക്ക് പറയാനുള്ളത്. കാരണം അത്രയും അധികം സാഹസികമായിട്ടാണ് അവർ ഇന്ന് ഇപ്പോൾ എൻ്റെ ഈ മുന്നിൽ ഇരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചേച്ചീൻ്റെ പേരൊന്നും ആദ്യം പറയോ? എന്റെ പേര് സുജാത. എന്താ ശരിക്കും അന്ന് രാത്രി സംഭവിച്ചത്? അന്ന് രാത്രി ഒരു 1:15. ഇവൻ തന്നെ പറയേണ്ടത് സിനിമാ കഥനെ വെല്ലുന്നതാണ് എന്ന് പറഞ്ഞു. സിനിമാ കഥ വെല്ലുന്ന നുണയാണ് ഇനി പറയാൻ പോകുന്നത്. ആ പാവത്തിൻ്റെ അവസ്ഥയും ഒന്നും ആ സ്ത്രീക്ക് അറിയുന്നില്ല. ആ വീട് പോയ അവസ്ഥ, എല്ലാം പോയ അവസ്ഥയിൽ സങ്കടപ്പെട്ട് നിൽക്കുമ്പോൾ അവരിനെ കൊണ്ട് കോമാളി വേഷം കെട്ടിക്കുന്ന പോലെയാണ് ഇവൻ വാർത്ത ഉണ്ടാക്കുന്നത്. നമുക്കൊന്ന് കേട്ട് നോക്കാം, ക്ഷമയോടെ ഒന്ന് കേട്ട് നോക്കാം. 4 മണിക്ക് തന്നെ ഞങ്ങൾക്ക് അതിന്റെ സൂചനകളുണ്ട്. ആകെ ഇരുടായിരുന്നു, വെളിച്ചവും വെട്ടയൊന്നുമില്ല, ഇരുട്, ഒരു മൂവന്ത. അപ്പൊ എനിക്ക് ഭക്ഷണങ്ങളൊന്നും ഉണ്ടാക്കാനോ ഒരു സന്തോഷവും ഇല്ല. മനസ്സിനെന്തോ സംഭവിക്കുന്ന പോലത്തെ ഒരു ടെൻഷൻ. അപ്പൊ ഞാൻ കുട്ടികളോട് പറഞ്ഞു, മക്കളെ നമുക്ക് പോകാനും ഒരു സ്ഥലമല്ല, ആരും കൊണ്ടുപോകാനുമില്ല, നമ്മൾ എന്ത് ചെയ്യും? എന്താ ഈ നാട് ഇങ്ങനെ? എനിക്ക് പേടിയാവുന്നുണ്ട്, എന്തോ സംഭവിക്കും തോന്നുന്നു. ഞാൻ കുട്ടികളോട് സൂചന കൊടുത്ത് വാതിൽ തുറന്നിട്ടേ ഇല്ല. അത്രയ്ക്ക് പേടി. പകല് പെരും മഴ. എന്നിട്ട് ലേശം അരിയിട്ട് കഞ്ഞി വെച്ചിട്ട് ആ കഞ്ഞി ഞങ്ങൾ കുടിച്ചിട്ടില്ല. ടെൻഷൻ കൊണ്ട് എന്തോ സംഭവിക്കാൻ പോകണമെന്ന് തന്നെ. അതിന് എല്ലാവരും ഉറങ്ങി. കറണ്ടില്ല, വെളിച്ചങ്ങളൊന്നുമില്ല. എനിക്ക് കിടന്നിട്ട് ഉറക്കം വരുന്നില്ല. അടിയിൽ കൂടി എന്തോ വരുന്ന പോലെയോ ഇത് പൊട്ടണ പോലെയോ എന്തൊക്കെയോ സൗണ്ടുകൾ ഇങ്ങനെ കേൾക്കുക. അപ്പൊ ഞാൻ കുട്ടികൾക്കും ചോറ് വേണ്ട, ഞങ്ങളും കിടക്കുകയാണ് പറഞ്ഞ് കിടന്നു. കൊട്ടിമോളെയും ഞാൻ കൂട്ടി ഞങ്ങൾ രണ്ടാളും കൂടി കിടക്കുകയാണ്. വരാന്തയിൽ കിടക്കണ സമയത്തുണ്ട് പെരും പൊട്ട്. ഒരു പൊട്ട് കേട്ടതോടെ ഞാൻ പെട്ടെന്ന് ചാടി എണിച്ച് എൻ്റെ കുട്ടിനെ എടുത്തു കഴിഞ്ഞ് നോക്കുമ്പോഴത്തേന് വീടിൻ്റെ അടിയിൽ കൂടി വെള്ളവും കല്ലും മണലും വരുന്നു. വീട്ടിൻ്റെ അടിയിൽ കൂടെ നിമിഷങ്ങൾ കൊണ്ട് വെള്ളം ചളിയൊക്കെ ഇത്രയ്ക്കായി കഴിയല്ല കെട്ടിടം വീണു. ഇതെല്ലാം ഉള്ളിന്നാ സംഭവിക്കും. വീട് വീണു. വാർപ്പിന്റെ പൊരയായിരുന്നു. വീട് വീണ് കഴിയല്ല. അതിന് പെടവാന്ന് മരം വന്നടിച്ചു. മോള് മരത്തിന്റെ അടിയില്. അപ്പൊ ഞാനിങ്ങനെ എണീച്ചെന്ന് നോക്കുമ്പോ ഒന്നുമില്ല, എല്ലാം ഫ്ലാറ്റായി കിടക്കുക. എന്റെ കുട്ടീന്ന് പറഞ്ഞ് ഞാൻ എന്നെയും കൊണ്ടുപോകുന്ന ചാടാൻ നിൽക്കുമ്പോഴത്തിന് കുട്ടി പറഞ്ഞ്, അമ്മമ്മ എന്നെ രക്ഷിക്കും, ഞാനിവിടെ ഉണ്ട് എന്ന്. മരം വന്ന് അടിച്ചത്. മരം, വലിയ തടിമരം വരുമ്പോ ഞാൻ ഈ കുട്ടിനെ വലിച്ചെടുക്കുകയായിരുന്നു ഉള്ളിന്ന്. അത് വന്ന് അടിച്ചത് എൻ്റെ കൈക്ക്. അതിൽ കുട്ടിനെ വലിച്ചെടുത്ത് കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ മേലേക്ക് കയറി. ഈ അടുപ്പിന്റെ സ്ലാബിന്റെ ഉള്ളിൽ കൂടി ഞാൻ മേലോട്ട് കയറിയിട്ട് വാർപ്പിന്റെ പുറത്ത് പോയി. ഈ വാർപ്പ് വീണ് കിടക്കണില്ല, അതിന്റെ പുറത്ത് നിൽക്കുക. ഞാൻ നിന്ന് നോക്കുമ്പോൾ കെട്ടിടങ്ങളൊക്കെ മറിഞ്ഞ് വരിക. അതിന്റെ ഉള്ളിൽ നിന്നൊക്കെ കൂക്കും വിളിയും കേൾക്കുന്നുണ്ട്. രക്ഷിക്കണേ, എന്റെ സൗണ്ട് ഇനി ശരിയായിട്ടില്ല, ഒച്ചിട്ടിട്ട്. ഈ പാവത്തിനെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറയിപ്പിക്കുന്നു നോക്കുക. ആദ്യം പറഞ്ഞു ആ പാവപ്പെട്ട സ്ത്രീ വീടിൻ്റെ ഉമ്മറത്ത് കിടക്കുകയായിരുന്നു, മരം വന്ന് അടിച്ചു, പിന്നെ മരം വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ കയ്യിൽ മുട്ടി, പിന്നെ പറഞ്ഞു വീടിൻ്റെ മുകളിലായിരുന്നു. പാവം, അതിനൊന്നും അറിയുന്നില്ല. ഇനിയും കേട്ട് നോക്കാം, ബാക്കിയുള്ള കേട്ട് നോക്കാം. ആരും രക്ഷിക്കാൻ വരുന്നില്ല. ഒരു അയൽവാസിയില്ല, വീടുകളൊന്നുമില്ല, എല്ലാം മറിഞ്ഞു പോയി കഴിഞ്ഞിട്ട് ഞാൻ അതിന്റെ പുറത്ത് നിന്നിട്ട് എൻ്റെ കൊച്ചുമോളിയും വലിച്ച്
ഒന്നും അറിയില്ല. വെള്ളത്തിൽ പോവുക ഞാൻ എവിടേക്കാ പോണേ എനിക്ക് ഓർമ്മയില്ല. ഞാൻ നീന്തി വന്നു, കുട്ടിനെയും കെട്ടിപ്പിടിച്ചിട്ട് പോണടത്ത് എത്തട്ടെ വരെ നീന്തിയപ്പോൾ ഒരു തിണ്ടിന് ഇങ്ങനെ പിടിച്ച് കയറാൻ. ഈ പാവം പറയുന്നു നോക്കൂ, കുട്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് എങ്ങനെ നീന്താൻ കഴിയും? മൈക്കൽ ഫാബ്രിസോ അമേരിക്കൻ്റെ 9 സ്വർണം നേടിയ ഒളിമ്പിക്സിൽ അയാൾക്ക് പോലും സാധിക്കില്ല കുട്ടിനെ കെട്ടിപ്പിടിച്ചിട്ട് നീന്താൻ. ലോകത്തിൽ ഒരു നീന്തൽക്കാരനും ഇങ്ങനെ കുട്ടിനെ കെട്ടിപ്പിടിച്ച ഒരു നീന്തൽ ഉണ്ടായിട്ടില്ല. 2 കൈ കൊണ്ട് കെട്ടിപ്പിടിച്ചാൽ പിന്നെ എങ്ങനെ നീന്തും? നമ്മളിത് ചിരിക്കാനോ സങ്കടപ്പെടാനോ പറയുന്നില്ല. ഈ നിലവാരമില്ലാത്ത വാർത്ത ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇത് മറ്റുള്ള രാജ്യക്കാരും അതർ സംസ്ഥാനങ്ങളിലെ ആൾക്കാരും കണ്ടു കഴിഞ്ഞാൽ ഇത്രയും തരം താഴുന്ന ന്യൂസുകൾ ഉണ്ടാക്കി വ്യൂ ഉണ്ടാക്കുന്നവർക്ക് എങ്ങനെ ധനസഹായം കിട്ടും? കേരളത്തിൻ്റെ മൊത്തം ജനങ്ങളെയും അപമാനിക്കുകയാണ് ഈ ന്യൂസുകാരന്മാർ ചെയ്യുന്നത്. ഇവന്മാരിനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കും, ഇവൻ്റെയൊക്കെ നിലവാരം എന്ത്, ഇവനൊക്കെ ന്യൂസ് ഉണ്ടാക്കുന്നതിൻ്റെ അവസ്ഥ എന്ത് എന്നുള്ളത്. ഇനിയും ബാക്കിയും കൂടി ഉണ്ട് കാക്ക. അങ്ങനെ കേറി ഇങ്ങനെ പോയപ്പോ അവിടെ ആന മൂന്നെണ്ണം ഉണ്ട്. അതിലൊരു കവുങ്ങിന്റെ മരം ഉണ്ടായി. ആ മരത്തിനെ കെട്ടിപ്പിടിച്ചിട്ട് ഞാൻ ഈ ആനന്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു, ഒരു കൊമ്പനാണ്. ഞങ്ങളെ സ്ഥിരം കാണുന്നതാ. എസ്റ്റേറ്റിൽ ഞാൻ ചപ്പ് വെട്ടുന്ന തൊഴിലാളിയാണ്, മുണ്ടക്കൈ ഡിവിഷനിൽ. ആന ഇങ്ങനെ എന്നെ നോക്കി ഇങ്ങനെ മിണ്ടാതെ ചെവിയാട്ടി നിൽക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ്, ഞങ്ങൾ വലിയ ദുരിതത്തിൽ നിന്നാണ് രക്ഷപ്പെട്ട് വരുന്നത്. നിനക്ക് നല്ല മനസ്സുണ്ടെങ്കിൽ ആരെങ്കിലും വന്ന് ഞങ്ങളെ രക്ഷിക്കട്ടെ, ഞാനൊന്നും ചെയ്യരുത് എന്നെ എൻ്റെ കുട്ടിനെയും പറഞ്ഞിട്ട്. ആനിങ്ങനെ നോക്കി 2 കണ്ണു കൂടി ഇങ്ങനെ വെള്ളം വരിക ആൻ്റെ. ആ മരത്തിന്റെ താഴെ തന്നെ ഞാനും എൻ്റെ കുട്ടിയും. ഈ പാവ അമ്മച്ചി നിരപരാധി. ഈ കഥ കേട്ട കരയാത്തവർ ഈ ലോകത്തുണ്ടായില്ല എന്ന് എനിക്കറിയാം. രാത്രി 1:30 കറണ്ടില്ല, മൂടൽ മഞ്ഞും മഴയും എല്ലാം കൂടി നിൽക്കുക. ആന തലയാട്ടുന്നു, കരയുന്നു, എല്ലാം ഈ പാവപ്പെട്ട സ്ത്രീ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ വാർത്തയും ഇവൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. ഇവൻ പറഞ്ഞിട്ടാണ് ഈ സ്ത്രീ പറയുന്നു എന്നുള്ളത് 90% നമുക്ക് ഒരു സാധാരണക്കാരന് മനസ്സിലാവും. ഇത് ഇങ്ങനെയൊക്കെ നുണ വാർത്ത ഉണ്ടാക്കണം ഈ 24കാരൻ. ആ പാവം അമ്മച്ചിക്കൊന്നും അറിയില്ല. അവർ വിചാരിക്കുന്നത് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വല്ല ദുരിതാശ്വാസമോ മറ്റേ പണമോ എന്തെങ്കിലും കൂടുതലായിട്ട് കിട്ടും, ഒരുപാട് ആൾക്കാർ സഹായിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഇവൻ വലിയ നന്മമാരുമായിട്ടാണ് അവിടെ വരുന്നത്. ഇവൻ്റെ വ്യൂസിന് ഇപ്പോഴത്തെ നിലവാരത്തിൽ 14,27,886 വ്യൂസ് ഇപ്പോൾ ഉണ്ട്. ഇനി 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇനിയും കൂടും. ഇതിന്ന് ഇവനിക്ക് മിനിമം തന്നെ ഒരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ ഒരു 5 ലക്ഷം രൂപയെങ്കിലും ഇപ്പോഴത്തെ ഈ ന്യൂസിന് കിട്ടിയിട്ടുണ്ടാവും. അതിൻ്റെ 1 ലക്ഷം രൂപയെങ്കിലും ഈ പാവപ്പെട്ട അമ്മച്ചിക്ക്, ഈ വാർത്ത ഉണ്ടാക്കി കൊടുത്ത അമ്മച്ചിക്ക് ഇപ്പം കൊടുക്കുകയാണ് പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ളൂ. ഇപ്പോൾ ഇതുപോലെയൊക്കെ നിലവാരമില്ലാത്തൊരു വാർത്ത കേട്ട് കഴിഞ്ഞാൽ ഇത് പലസ്തീനിലോ ഇസ്രായേലിലോ മറ്റുള്ളവിടെയൊക്കെ വ്യൂസ് ഉണ്ടാകാൻ വേണ്ടിയിട്ട്, വാർത്തയിൽ സിമ്പതി ഉണ്ടാക്കാനും പണം പിരിക്കാനും വേണ്ടിയിട്ട് തലയിൽ തുണിയിട്ട് ചവത്തിൻ്റെ മാതൃകയിൽ കിടന്നിട്ട് ബീഡി വലിക്കലും സിഗരറ്റും വെള്ളം കുടിക്കാനും വേണ്ടിയിട്ട് തുണി പൊക്കിയിട്ട് വെള്ളം കുടിച്ചിട്ട് വീണ്ടും തലയിൽ തുണിയിട്ട് കിടക്കുന്ന വീഡിയോ പോലെയാണ് ഇപ്പം ഈ വേണു ബാലകൃഷ്ണനും ഈ 24 ന്യൂസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി കേട്ട് നോക്കാം. മഴ രാത്രി 1:30 സംഭവിച്ചിട്ട് 6 മണി വരെ രാവിലെ ആ മരത്തിന്റെ താഴെ ഞങ്ങൾ കിടന്നു. പിന്നെ നമുക്ക് മേപ്പാടിന്ന് കൽപ്പറ്റിന്നൊന്നും അറിയില്ല, അതിന്റെ ആൾക്കാർ വന്നു. ആന ഞങ്ങൾ അടുത്തൊന്നും മാറിയിട്ടില്ല. ആന അവിടെ തന്നെ നിൽക്കുക, ഒരു ശല്യം ചെയ്തിട്ടില്ല, ഒന്നും അത് തിന്നിട്ടില്ല. അത് പേടിച്ച് വിറച്ച് ഇങ്ങനെ കണ്ണി. ഇപ്പം പറയും നോക്കുക, പാവം നിരപരാധിയായ അമ്മച്ചി. എൻ്റെ അമ്മേൻ്റെ പ്രായമുള്ള പാവത്തിന് ആന ഒന്നും തിന്നിട്ടില്ല. ആദ്യം പറഞ്ഞു ആന തിന്നുകൊണ്ടേ ഇരിക്കുകയായിരുന്നു, കവുങ്ങിൻ്റെ ഇല തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു, തെങ്ങിൻ്റെ ഇല തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു പറഞ്ഞ അമ്മച്ചി ഒന്നും തിന്നാണ്ട് പിന്നെ കാവിലിരിക്കുകയായിരുന്നു എന്നും പറഞ്ഞു. ഈ പാവത്തിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥയാണത്. നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല നയിക്കും. ഇനിയും വിട്ടിട്ട് ഞങ്ങളടുത്ത് തന്നെ നിന്നു. അങ്ങനെ ഈ 6 മണിയായപ്പം എല്ലാ കാപ്പിക്കാടാണ്, വനം കാപ്പിക്കാടാ. അതിൻ്റെ ഉള്ളിൽ കൂടി നെല്ല് നിരങ്ങി വരുമ്പോണ്ട് നമ്മളെ ആൾക്കാർ രക്ഷിക്കാനുള്ളത്. കാപ്പിക്കാട്ടിൽ എങ്ങനെയാണ് കവുങ്ങുണ്ടാക്കുക, എങ്ങനെയാണ് തെങ്ങുണ്ടാക്കുക? ഇനി ഒരു കടലുണ്ടെന്നും പറയണ്ട. പാവം നിരപരാധിയായ അമ്മച്ചി നയിക്കുക. വന്നിട്ട് പറഞ്ഞു, ഞങ്ങൾ ഇവിടെ ഉണ്ട്, നിങ്ങൾ പേടിക്കണ്ട, ഞങ്ങളിതാ വരികയാണ് എന്ന്. അങ്ങനെ അവർ ഒച്ച കേൾക്കുന്ന സ്ഥലത്തേക്ക് ഞാൻ കുട്ടിനെയും കൂട്ടിയിട്ട് നീങ്ങിപ്പോയി. ഈ പുലരും വരെ ആനന്റെ കൂടെ താഴ്ത്തി കിടക്കുകയായിരുന്നു. ഒരു ആനയുണ്ടായിരുന്നു, 3 അതിൽ 2 കുറച്ച് അപ്പുറത്ത് നിന്നിട്ട് തെങ്ങിന്റെ കവുങ്ങുകൾ തിന്നുണ്ട്. ഈ ഒരു ആന അനങ്ങിയിട്ടില്ല, അവിടെ തന്നെ നിന്നു. ഞങ്ങൾ അങ്ങനെ അതിന്റെ കൂട്ടത്തിന്ന് തള്ളിനെയും കുട്ടിനെയും കൂടി വന്ന് ഞങ്ങൾ അങ്ങനെ അവിടെ നിന്ന് വന്നപ്പോൾ ഏതോ ഒരു വീടൊന്നും എനിക്ക് ഓർമ്മല്ല, അറിയില്ല. അപ്പുറം കടലല്ലേ, ഒന്നും അറിയുന്നില്ല. ഈ പാവത്തിൻ്റെ അവസ്ഥ നമ്മൾ കുറ്റപ്പെടുത്തുകയല്ലേ.
ഇവർ വീടും ഇത്രയും വലിയൊരു സംഘടന നിന്ന് കയറി വരുമ്പോൾ അവർക്ക് എന്താ പറയുകയെന്ന് പോലും അവർക്ക് അറിയുന്നില്ല. കടലാണ് എന്ന് പോലും പറയുന്നുണ്ട്. ഈ വയനാട്ടിൽ കടലുണ്ടോ? വയനാട് ജില്ലയിൽ തന്നെ ഉണ്ടോ പാവങ്ങളെ? അല്ല, ഈ വീഡിയോ കാണുന്ന നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറയുകയാണ്. ഈ വീഡിയോ ഉണ്ടാക്കാൻ വേണ്ടി 24കാരെ നോക്കൂ, ഇത്ര അതപ്പൊതിക്കണോ ഈ 24 ചാനലുകാരന്? കടലിൽ കൂടെ ആ വീട്ടിൽ പോയപ്പോൾ ഒരു ഡ്രസ്സ് എടുത്തവരിട്ട് തന്നു. എനിക്ക് കുട്ടിക്ക് കടലാണ്. അവൾക്ക് മാറ്റി കൊടുത്തു, ഒക്കെ തുടച്ചു കൊടുത്തിട്ട് ഈ ഒരു ഡ്രസ്സ് ആക്കി കൊണ്ടുവന്നിട്ട് ഞങ്ങളൊരു പള്ളീൻ്റെ അവിടെ, ചൂരമല പള്ളീൻ്റെ അവിടേക്ക് വന്നു. എന്നിട്ട് അവിടെ നിന്ന് നമ്മളെ ആൾക്കാർ വണ്ടി കയറ്റിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതാണ്. വീട്ടിൽ വേറെ ആരൊക്കെ ഉണ്ടായിരുന്നു? വേറെ എൻ്റെ 3 മക്കളുണ്ടായി. അവർ മിൻസിൽ അഡ്മിറ്റാണ്. നട്ടെല്ല് പൊട്ടിയിട്ടും ഒരു പഠിത്തം കഴിഞ്ഞത് എന്തോ പറയുമല്ലോ. നമ്മളെ ഇവിടെ മേപ്പാടി കോളേജിലാണ് എൻ്റെ മോൻ പഠിക്കുന്നത്. സൂരജാണ് പേര്. ഇവിടെയാണ് പഠിക്കുന്നത്. അവൻ്റെ പഠിത്തം ഇവിടുത്തെ കഴിഞ്ഞിട്ട് അവന് വേറെ എന്നിട്ട് വേറെ എന്തോ ഒരു ക്ലാസ് മൊബൈലിൽ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് 6 മാസമായി. ഇനി 4 മാസം കൂടെ പഠിക്കാനേ ഉള്ളൂ. മൊത്തത്തിൽ ആരൊക്കെ വീട്ടിലുള്ളത്? ആരൊക്കെ? എത്ര അംഗങ്ങളുണ്ട്? ഞങ്ങൾ 3, 4, 5 ആള്. 5 ആൾ അവിടെ ഉണ്ട്. അതിലത്തെ 3 ആള് വാർപ്പിന്റെ അടിയിലായിരുന്നു. അവരും ഞങ്ങൾ വന്ന വഴി കണ്ട് അവരും പുറത്തേക്ക് ചാടിയിട്ട് തൊട്ടടുത്ത് 2 വയസ്സായ ആൾക്കാരുണ്ടായി. അവരെ വാതിലൊക്കെ കുത്തി പൊട്ടിച്ച്, അവർക്ക് പുറത്ത് ചാടാൻ വഴിയില്ല, കുത്തി പൊട്ടിച്ചിട്ട് അവരിനെ പിടിച്ച് കയറ്റി എടുത്തിട്ട് എൻ്റെ മരുമകൻ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയത്. അപ്പോൾ ഈ വേണു ബാലകൃഷ്ണനും ഈ ടീമും ഈ 24 ന്യൂസും ശ്രീകണ്ഠൻ നായരും ഈ വാർത്ത കേട്ടിട്ട് ഇങ്ങനെയൊക്കെ തരം താഴ്ന്നിട്ട് വേണോ നിങ്ങൾ പണം ഉണ്ടാക്കാമെന്നാണ് ഒരു പാവപ്പെട്ട ആൾക്കാരുടെ അഭിപ്രായം. എൻ്റെ സാധാരണക്കാരുടെ ഒരു അഭിപ്രായം. ഇത്രയൊക്കെ ജീവിത നിലവാരം ഇല്ലാണ്ട് നിങ്ങൾ ജീവിക്കണം. കേരളം അഴിമതിയിലാണെന്നൊക്കെ രാഷ്ട്രീയക്കാരും മറ്റുള്ളവരും ആരോപിക്കുകയാണെങ്കിൽ നിങ്ങൾ കാണിക്കുന്ന ഈ സംവിധാനത്തിന് നിങ്ങളുടെ ഏത് പേരിലിട്ട് വിളിക്കണം എന്ന് മാത്രം എനിക്ക് പറയാനുള്ളൂ. ഒരു പാവപ്പെട്ടവൻ്റെ ചെറിയൊരു അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ ഒരു ദുരന്ത ഭൂമിയിൽ നിങ്ങൾ പണം സമ്പാദിക്കാൻ വേണ്ടി ഇത്ര തരം താഴണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമസ്കാരം. ഇതിനേക്കാളും നല്ലത് നിങ്ങളുടെ പണി വല്ല ബംഗാളികളിലെയോ അവിടുത്തെ തൊഴിലാളികളെ ഏൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ ചിലവ് കമ്മിയിലും ഇത്തിരിയും കൂടി സത്യസന്ധമായൊരു തൊഴിൽ ചെയ്യും. അവർ ചെയ്യണ വളരെ മര്യാദ പോലെ അവർ തൊഴിൽ ചെയ്ത് പണം വാങ്ങിയിട്ട് പോകും എന്നേ എനിക്ക് പറയാനുള്ളൂ. ഈ TV-ക്കാരൻ്റെ ഈ പണി മുഴുവൻ അവരിനെ ഏൽപ്പിക്കുക, ബംഗാളികളിനെ. അപ്പോൾ ഇത്ര താതപ്പതിക്കില്ല. നല്ല നിലവാരത്തിൽ ഈ ചാനൽ മുതലാളിമാർക്ക് ചിലവ് ചുരുങ്ങിയ രീതിയിൽ സത്യവാർത്തകളും കിട്ടും, നിങ്ങൾക്ക് ചിലവ് ചുരുക്കാനും കിട്ടും. അത്രയും തരം താഴുന്ന TV പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ദുരന്തത്തിനെ വിറ്റുകൊണ്ടിരിക്കുക. ഇതിൻ്റെ 10 ദിവസം 3 ദിവസം മുന്നേ അർജുൻ എന്ന് പറയുന്ന ഒരു നിരപരാധി പാവപ്പെട്ടവനെ വിറ്റ് പണം ഉണ്ടാക്കിയ കോടികൾ ഈ TV ചാനലുകാർ. ഇങ്ങനെ പല പല സംവിധാനങ്ങളും ഇവർ വിറ്റ് പണം ഉണ്ടാക്കിയല്ലാണ്ട് ഈ വെള്ളപ്പൊക്കത്തിൻ്റെ വാർത്ത ഇതേപോലെ തന്നെ വിറ്റ് പണം ഉണ്ടാക്കുക. ഇതുപോലുള്ള കരച്ചലിനെയാണ് ഇവർക്ക് ആവശ്യം. അല്ലാണ്ട് ജനങ്ങളുടെ സുരക്ഷയ്ക്കോ ജനങ്ങളുടെ ആവശ്യങ്ങളൊന്നും ഇവർക്ക് ആവശ്യമില്ല. നഗ്നമായ നിയമ ലംഘനങ്ങളാണ് ഈ TV-ക്കാർ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ നമ്മളുടെ പഠിച്ച് വിദ്യാഭ്യാസമുള്ള പോലീസുകാർ സ്വമേധയാ കേസെടുത്ത് ഇതിന് എത്രയും പെട്ടെന്ന് ഈ സാധനങ്ങളിലേക്ക് എത്തിക്കേണ്ട അവിടെ കൊണ്ട് എത്തിക്കണം. ഈ വ്യാജ വാർത്ത ഉണ്ടാക്കിയതിന് ഏത് നിയമത്തിൽ ഏത് വകുപ്പാണോ ചേർത്താൻ പറ്റുക ആ വകുപ്പിട്ടിട്ട് ഇത് ഞാൻ തെളിവ് സഹിതം നിങ്ങൾക്ക് കാണിച്ചു തരുകയാണ്. രാത്രി 1:30ക്കും 2 മണിൻ്റെ ഇടയിൽ ഉരുൾ പൊട്ടിക്കഴിഞ്ഞ് കറണ്ടില്ല. അവിടെയാണ് ഈ കഥ മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. ഇത് കോടതിയിലോ എവിടെയെങ്കിലും തെളിയിക്കാൻ പറ്റും ഈ നിരപരാധിയായി ഈ പാവപ്പെട്ട സ്ത്രീക്ക്. ഒരു മമ്മൂട്ടി സിനിമയിൽ ഒരു കാര്യം ചോദിക്കുന്നുണ്ട്, എന്താ നായരെ രാത്രി 7:30ക്ക് മഴ പെയ്യുന്ന സമയത്ത് നിങ്ങൾ എങ്ങനെ കണ്ടു എന്ന് ചോദിച്ച് വേർക്കുന്ന ഒരു സീനുണ്ട്. അതുപോലെയാണ് ഈ പാവപ്പെട്ട ഒരു അമ്മച്ചനെ വെച്ചിട്ട് അവൻ ഈ ന്യൂസ് ഉണ്ടാക്കിയത്. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. നമസ്കാരം.